ഹലോ പിന്നെ ഇന്നത്തോടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു ഗെയിം എടുത്തായിരുന്നു 100 years ഓക്കെ ലൈഫ് ബോയ്. അത് നമുക്കിന്ന് കളിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പരിപാടി. ഞാൻ ഇന്നലെ 11 വയസ്സ് വരെ എത്തിയായിരുന്നു. അല്ല ഗൈസ്, 12 വയസ്സ് വരെ എത്തിയായിരുന്നു. എന്താ ചർച്ചല്ലേ ഇത്? ചർച്ചാണോ പള്ളിയാണോ? ഇപ്പൊ ചർച്ച. വേൾഡ് പ്ലീസ് ഗോഡ് വേൾഡ് പ്ലീസ്. ഇതൊക്കെ നടക്കണത് അത്രേ ഉള്ളൂ. നെറ്റ് ഓഫ് ചെയ്ത് കളിക്കാൻ പറ്റോടാ? നെറ്റില്ലാത്ത ഗെയിമാണോ? നെറ്റ് ഓഫ് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്ത് കളിച്ചോ? കഴിച്ചു എന്തോടെ സ്ക്രീൻ അടിച്ചു പോയോ? റോയൽ കിങ്ഡം ആണ്. നെറ്റില്ലാതെ കളിക്കാൻ കൂടാ. ഓ ഇല്ല, ഇത് പരസ്യം വരത്തില്ല. എന്താ? ഓ മോനെ, അത് 22 വയസ്സാവണം. ഓക്കെ, നമ്മൾ സ്കൂളിലെത്തി. കുറെ ആൾക്കാരൊക്കെ ചേച്ചിമാരി ചേട്ടന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, എന്റെ അടുത്ത് തള്ളിയിട്ടു ഗൈസ്. ഏതാ ഫൈറ്റ് കീപ് വാക്ക് ഫൈറ്റ്. അമ്മച്ചി ചത്ത്. ഫൈറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആരും നമ്മൾ അതിൽ പോയിട്ട് ഫൈറ്റ് പിടിച്ചേക്കല്ലേ. എല്ലാരും കീപ്പ് വാക്കിങ്. ഓക്കെ, അതേ പിടിച്ചേക്കാവോ? ഓക്കെ, ഇത് കളിക്കണവർക്ക് ഇപ്പോഴേ പറഞ്ഞുതരാം. അത് ഇരുന്ന് പിടിച്ചേക്ക് കളയില്ല. ഓക്കെ, അല്ലെങ്കിൽ എന്നെ കളിക്കാൻ നടത്തുന്ന എന്റെ വീഡിയോ കണ്ടോട്ട് കളിച്ചോ. എന്തുവാടാ ഇത്? നെറ്റ് ഓഫ് ചെയ്താലും പരസ്യം പറഞ്ഞു. എന്തുവാ കഴിച്ചത്? കീപ് വാക്കിങ്. എനിക്ക് വയ്യ ഫൈറ്റ് ചെയ്യാൻ. ടീച്ചറെ ഓടി വരണേ. ഇവിടെ പിന്നെ ഞാൻ ചെയ്യേണ്ടത് എന്നെ കഷ്ടം കഴിച്ചത്. ഒന്നും ഞങ്ങായല്ലോ. മറ്റേക്കാലും പ്രശ്നം, ഇതിനകത്തേക്കാലും പ്രശ്നം. ഫൈറ്റ് വൃത്തി അവിടെ നിന്ന് ഡാൻസ് കളിക്കണ്ട. അടുത്തിടി ഞാൻ വീഴും.
എവിടെ എന്താ ചാവാത്ത ചാവാത്തത്? എടാ പിന്നെ ഫൈറ്റ് അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേ? ഗൈസ് ഫസ്റ്റ് ഫൈറ്റും അല്ല ഒന്നും, പിന്നെ എന്താണ് ചെയ്യണ്ടേ? കണ്ടോ, അതും അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേടാ? എന്നതാ മുത്തേ, നമുക്ക് വാർലോണിന്റെ മറ്റേ വീഡിയോ ഉണ്ടല്ലേ, അവ യൂട്യൂബിൽ ചെയ്യണല്ലേ? ഓ നെറ്റ് ഓഫ് ആക്കിട്ട് എത്തോണക്കട്ടെ. വാർ ലോഡ് ലോഡല്ല ലോഡ് അല്ല വാർ ലോഡ് എന്തിനേലും ലോഡല്ലേ? നെറ്റ് ഭയങ്കര സ്ലോ ആട്ടോ, നെറ്റ് ഭയങ്കര സ്ലോ ആണ്. അങ്ങനെ വേറെ ചാനൽ ഉണ്ടല്ലോടാ, അത് വേറെ ചാനലല്ലേ? വാറു ഏവൻ തന്നെ, ഇത് തന്നെ. അതെനിക്ക് ബോയിൻ്റെ ആണ് വേണ്ടത്. ലൈഫ് ഓഫ് എ ഗേൾ 100 years. പിന്നെ ബോയ് ആണെങ്കിൽ എനിക്ക് വേണ്ടേ. ഹായ് അമ്മ, ഹാപ്പി വിഷു. മോശമായിട്ട് വിഷമമൊന്നും ഇല്ലല്ലോ? ഇവിടെ ഫീൽ കുഴപ്പമൊന്നുമില്ല. എന്താ വിഷു പരിപാടി? ഒറ്റയ്ക്ക് എന്ത് വിഷു മോളെ? എന്റെ അമ്മ ആമ്പയ്യൻ. പേര് കുഞ്ഞൂട്ടൻ, ഇത് ഉറപ്പിച്ച്. കുഞ്ഞൂട്ടൻ. ഓക്കെ, കുഞ്ഞൂട്ടൻ. കുഞ്ഞൂട്ടൻ എന്നാണ് പേര്. കുഞ്ഞൂട്ടൻ ഇങ്ങനെ തന്നെയാ, നമ്മളെ കുഞ്ചൂട്ടൻ എന്ന് വിളിക്കാം. എനിക്ക് എത്ര ഒരു പെണ്ണുപിള്ള ഇങ്ങോട്ട് ഉണ്ട്. അവളെ തൊടറാ എടാ ഓടി തൊട്ട് അത്രേ ഉള്ളു. 11 റൗണ്ട്. 11 വയസ്സായ വണ്ടി ക്ലീൻ. ഓ അത്രേ ഉള്ളു. ഓക്കെ. ഓ വീക്ക്. അയ്യോ വീക്ക് അടിക്കല്ലേ കുഞ്ഞു മോനെ. ദൈവമേ വീക്ക് അടിക്കല്ലേ. ഓക്കെ പെർഫെക്റ്റ്. നമ്മളപ്പോ റെഡിലാണ് ആക്കണം. അങ്ങനെ വരാം, റെഡിലാണ് ആക്കേണ്ടത്. പെർഫെക്റ്റ് മച്ചാൻ. അല്ല പിന്നെ അടിച്ച് പോന്നല്ല വേണ്ട. അല്ല പിന്നെ എടി ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? എടി ഇവന് പെണ്ണുണ്ടോ? എന്റെ മോൻ തന്നെ ചെക്കും ഇടക്കൂടെ മാസ് കേട്ടോ. റേഷൻ കട പറഞ്ഞ് മണ്ണൊക്കെ വാങ്ങിച്ചേക്കെ ഓളെ. അങ്ങനെ 14 വയസ്സായിട്ടുണ്ട്. ഇപ്പഴാണ് ഗെയിം നോളം വന്നെന്ന നമ്മുടെ ഒരു വൈബിൽ വന്നത്. വന്നാലേ റീച്ച് യുവർ ഗേൾ. പിന്നെ നമുക്ക് നിസ്സാരം അവള് ഓടിച്ചടിയെത്തും. നമ്മള് കണ്ടോ, ഇവിടെ കൂടെ ഓടി കടത്തട്ടാതെ മുട്ടാതെ നമ്മൾ ഓടും. കണ്ടോ, ഇവിടെ കൂടെ ഓടി. കണ്ടോ, നമ്മൾ തട്ടിയൊന്നുമില്ല, നമുക്കറിയാമല്ലോ. ഓക്കെ, മീറ്റ് ചെയ്തു. ലവർ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ടാണ് ലവറിനെ മീറ്റ് ചെയ്യണത്. എന്തിനാന്ന്? അയ്യോ നോക്കടാ, ഇതാ
What the fuck? 14 വയസ്സേ ഉള്ളു അവനൊക്കെ. എന്താ ഞാൻ കണ്ടില്ല. 37 മണിക്കൂറുണ്ടോ ഇപ്പഴ്? ഇതൊക്കെ തീർന്നു വരുമ്പോ നമുക്ക് കാണാം ഗൈസ് മിക്കവാറും. എടോ 14 ഇരിക്കണം. വെറുതെ അവനെ പറഞ്ഞു വിടണ്ടായിരുന്നു. നല്ല ഗൈസ് എന്നോടാ ഇതൊക്കെ ഇങ്ങനെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്ന കൊച്ച്. അവിടെ തട്ടി കിടത്തായിരുന്നേ. എനിക്ക് കരയാൻ തോന്നണം അത് കണ്ടപ്പോ. അവള് 15 ദിവസം രാത്രി ഉറങ്ങി. രാത്രിയാണ് രാവിലെ ഉറക്കം എണീച്ചിട്ടുണ്ട്. സ്കൂള് പിന്നെ നമ്മള് നല്ല ഡെയിലി സ്കൂളിൽ പോണ ടീം ഒന്നുമല്ല. നമുക്ക് സ്കൂൾ കൊടുക്കുമ്പോ നമ്മളെന്ന് പറയുമ്പോ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു. ഗേൾ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സ്, അവന്റെ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവരവിടെ കാട്ടിൽ പോയിട്ടുണ്ട്. കാട്ടിലെ പരിപാടി. സ്കിപ്പ് സ്കൂളാണ് ഞാനത് കോപ്പിട്ടാണല്ലോ ഞാൻ. ശരിക്കും പറഞ്ഞ ഒരു കാര്യം ഇത് അത് ഭാഷയാണോ? ഇത് ഏതാ കഴിച്ചില്ല? ഇത് അവരവിടെ കാട്ടിൽ പോയിട്ടുണ്ട്. കാട്ടിലെ പരിപാടി. കാട്ടിൽ പരിപാടി ഒന്നുമില്ല ഏട്ടാ. പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. ഞാൻ വെച്ച് വല്ല സിംഹത്തിനെയൊക്കെ ഇടിച്ചു വേണ്ടി വരുമെന്ന്. നടന്നില്ല. 16 വയസ്സായിട്ടുണ്ട് അവന്. കുഞ്ഞി വളർന്നു കിളിമകളെ. എക്സസൈസാ. ഓക്കെ, വെള്ളത്തിൽ വീഴുന്നുണ്ട്. കൂട്ടുകാര് ഫുള്ള് വെള്ളത്തിൽ വീണ്. അവൻ വെള്ളത്തിൽ വീണ്, ഇവൻ വെള്ളത്തിൽ വീണ്. ഗേൾ ഫ്രണ്ട് വെള്ളത്തിൽ വീഴാൻ പോണ്. ജമ്പ് ചെയ്യാൻ 5 എണ്ണം വേണം. ഇല്ല, അതുകൊണ്ട് നമുക്ക് ജമ്പ് ചെയ്യണ്ട. നമ്മൾ ഡോൺ ജമ്പ് കൊടുക്കുന്നു. ഡോൺ ജമ്പ് കൊടുക്കുമ്പോൾ അവൻ പോയി നേരെ പോയി ഒരു ചാട്ടം ചാവുന്നു. ഇല്ല, ചാവുന്നില്ല. അവര് ഗെയിം കളിക്കുവാട്ടാ. ഞായറാഴ്ച അവർ ചാടി ചാവുന്നു. ഓക്കെ, 17 വയസ്സ്. എന്നെക്കാൾ 1 വയസ്സ് കുറഞ്ഞിരിക്കുവാണ് ഇവന്. അങ്ങനെ 17 വയസ്സായിട്ട് സുഹൃത്തുക്കളെ ഇവന്. ഓക്കെ, ഗെയിം കളിച്ചോണ്ടിരിക്കുക. അമ്മ വന്ന് എന്തൊക്കെ പരസ്യം ഉണ്ടല്ലോ കഴിഞ്ഞ. പറയുക. ഈ 17 വയസ്സ് ഗെയിമറിന്റെ ഒരു ആവറേജ്. ഗെയിമർ എന്ന് പറയുന്ന ആള് ഇരിക്കുന്ന ഒരു സമയമൊക്കെ ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇവൻ തിരക്കി കിട്ടി. എന്താ ഒരു ഗെയിമറിന് ഇതൊക്കെ കൊടുക്കണ്ടേ? ഇഗ്നോർ എന്ത് ചെയ്യണം? ഈ സമയത്ത് ഏത് സാധാരണക്കാരും ഇഗ്നോർ ആയിരിക്കും ചെയ്യണം. പക്ഷെ നമുക്കൊന്ന് ഹഗ് ചെയ്തേക്കാം. നല്ല കാര്യമില്ലേ? നല്ല കാര്യമാണ്. ഹഗ് ചെയ്തേക്കാം. എന്നിട്ടും എന്താ ഒരു മൈൻഡും ഇല്ല. അവരങ്ങ് പോയി. 17 വയസ്സ്. ഇനി 20 വയസ്സായ 18 ഇല്ല കേട്ടോ. അതിന്റെ അർത്ഥം 20 വയസ്സായപ്പോ പയ്യൻ വളർന്നു. മുട്ടകളൊക്കെ കൂടി മാറൂ. Divorce, whatever. I just want my baby. It's my honor. I already have a kid with better genes than yours. What should I do? Is that loser my ex-wife? What a pity for that kid.
എടാ ഇത് എന്നതാടാ ഞാൻ വേറെ ഏതോ നല്ല ഗെയിം കളിച്ചോണ്ടിരിക്കണ അതിന്റെ ഇടയിൽ കൂടെ മാതിരി 20 ഗൈസ് ഇന്നത് 18 പറ്റുന്നതില്ല. ഓ പയ്യൻ വളർന്നു. ഇപ്പോഴെങ്കിലും ആ മുട്ട ക്ലാസ് കൂടി മാറുമോ? ആ മുട്ട ക്ലാസ് കൂടി ചത്താലും മാറേട്ടാ. താടി മീശയൊക്കെ വന്നു ഭാഗത്തിന്. പയ്യൻ ഫോണിൽ എന്തോ ചെയ്തോണ്ടിരിക്കുവാണ്. എന്തിനാ ചെയ്യണത്? എന്നാ കഷ്ടമാടാ. ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കാൻ ഡയറ്റ് നമുക്ക് ഇവള് വേണ്ട, തെറ്റല്ല. ഇവള് കുഴപ്പമില്ല. ബാക്കിലുള്ള ഗൊറില്ലായിരുന്നു കൊള്ളാന്നത് കേട്ടാ. എന്നാലും കുഴപ്പമില്ല, ഇവള് ഓൾ റൈറ്റ് ആണ്. ലവ് കൊടുക്കാം. ആർ യു ഷുവർ? യെസ്. കാണാൻ ഒരു മെനെ കൊണ്ട് മതി. പെണ്ണ് സെറ്റ് ഗോറിലാണ് ഇവന് സെറ്റായി കൊടുക്കേണ്ടത്. പിന്നെ ഞാനായോണ്ട് പെണ്ണ് സെറ്റായി കൊടുത്തു. പെണ്ണ് കിട്ടാത്തായി. 21 വയസ്സായിട്ട് ഇനി 21 വയസ്സ്. എനിക്ക് പരസ്യം നല്ല ദേഷ്യം പറഞ്ഞു. ഞാൻ മിക്കവാറും ഈ ഗെയിം ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ഗെയിം കളിക്കും. മറ്റവളെ തേച്ചു കേട്ടോ. മറ്റവളെ തേച്ചുവിനെ. അതാണ് ഇവള് അതാണ് തേച്ചത്. ഇതിന് പൈസ നോക്കിയാണ് ബൈ ചെയ്യണോ വേണ്ടേന്ന്. ഏത് ബൈ ചെയ്യണോന്ന് കുറഞ്ഞത് മതി. പിന്നെ നമ്മള് പൈസയുടെ മുകളിലൊന്നും വെക്കൂല. കൊടുത്തവന് ബൈ ചെയ്യണോ വേണ്ടേന്ന്. ഏത് ബൈ ചെയ്യണോന്ന് കുറഞ്ഞത് മതി. പിന്നെ നമ്മള് പൈസയുടെ മുകളിലൊന്നും വെക്കൂല. കൊടുത്തവന് പൈസക്ക് പിന്നാലെ പോണ പെണ്ണല്ല, നമ്മളെ ഹൃദയം തപ്പി വേണ പെണ്ണിനെയാണ് നമുക്ക് വേണ്ടേന്ന് ഇവൻ പറയുന്നു. അങ്ങോട്ട് ഡയമണ്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് പറഞ്ഞ അവിടെ എന്റെ പൊന്നു ഗായ്സ്. കൊടുത്തവന് പൈസക്ക് പിന്നാലെ പോണ പെണ്ണല്ല, നമ്മളെ ഹൃദയം തപ്പി വേണ പെണ്ണിനെയാണ് നമുക്ക് വേണ്ടേന്ന് ഇവൻ പറയുന്നു. അങ്ങോട്ട് ഡയമണ്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് പറഞ്ഞ ഡയമണ്ട് 22 വയസ്സായിട്ടുണ്ട്. അങ്ങനെ അവന് 22ാമത്തെ വയസ്സിൽ ഇവൻ എന്തിന്റെ കിഴപ്പാണ്? 22 വയസ്സായപ്പോൾ ഹലോ വാട്സപ്പ് ഹാങ് ഔട്ട് ഹായ് യോ ഹലോ ഹൗ ആർ യു വാട്സപ്പ് ഹൗ ആർ യു ടോക്ക് ടു മീ പ്ലീസ് റെസ്പോണ്ട്. എന്ത് കൊടുക്കും? ഒന്നും കൊടുക്കണ, ഒന്നും കൊടുക്കല്ല. ഇത്രയും മെസ്സേജ് റിപ്ലൈ ആകുന്നില്ലെങ്കിൽ പ്ലീസ് റെസ്പോണ്ടോ. പ്ലീസ് റെസ്പോണ്ട് കൊടുത്തില്ല. ബ്രേക്കപ്പ് ആയി കേട്ടോ. ഗെറ്റ് ലോസ്റ്റ്. അവിടെ ഒരു പ്രണയം മുഞ്ചി. Get Simply Draw and start drawing for the holidays. പെണ്ണ് പോയ ആരെ അത്ര ഉള്ളു വിഷയടാ നീ ഇങ്ങനെ. Oh my God, എന്റെ ഡയലോഗ് ഉണ്ടാ ഇതിനകത്ത്. Oh my God, മേക്കപ്പ് ജമ്പ്. എന്ത് ചെയ്യാം? ജമ്പ് ജമ്പ് മേക്കപ്പ് തമ്മിലൊക്കെ വല്ല ബന്ധമുണ്ടാ? കാള ഇതാവും പോലെയാണ് അവൻ. എടാ അയ്യോ ജമ്പ് ആവല്ലേ. എടാ ജമ്പ് ചെയ്യല്ലേ. ആക്ച്വലി ജമ്പ് കോൾ ഹെയർ. ഭീഷണിപ്പെടുത്താം. നമ്മുടെ അടുത്താണ് കളി. ഭീഷണിപ്പെടുത്താം. പെടുത്തറ ഭീഷണി. കോളിയടാ ഫോണിൽ താഴെ ഇരിക്കണേട്ടാ. മിസ് കോളടെ നെക്ക്. ഹലോ തന്നെ കളി. ഭീഷണിപ്പെടുത്താം. പെടുത്തറ ഭീഷണി. കോളിയടാ ഫോണിൽ താഴെ ഇരിക്കണേട്ടാ. മിസ് കോളടെ നെക്ക്. ഹലോ എടാ വിളിയടാ. എന്തിങ്ങനെ? ഓക്കെ, നമുക്ക് 23 വയസ്സായി. നമുക്ക് ചെറിയ പ്രശ്നങ്ങളാണ്. നമുക്ക് ചെറിയ സൗന്ദര്യപ്പെടങ്ങൾ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. അവിടെ നമുക്ക് 23 വയസ്സിൽ ഇവൻ വിളിയടാ. എന്തിങ്ങനെ? ഓക്കെ, നമുക്ക് 23 വയസ്സായി. നമുക്ക് ചെറിയ പ്രശ്നങ്ങളാണ്. നമുക്ക് ചെറിയ സൗന്ദര്യപ്പെടങ്ങൾ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. അവിടെ നമുക്ക് 23 വയസ്സിൽ ഇവൻ മരിക്കേണ്ട ഒരു ആവശ്യമില്ല. വീണ്ടും സെറ്റ് ആയിട്ടുണ്ട് അവര്.
ഇവിടെ നടത്തം കണ്ടാലറിയാം. Try find a job. അവള് പൈസക്ക് പിന്നാലെ പോണതാണ്. Try ഫൈൻഡ് എ ജോബ്. Find a job. കരഞ്ഞോണ്ടിരിക്കാനൊന്നും പറ്റില്ല, നമ്മള് തിരിച്ച് ജീവിക്കും. Find a job. ഫൈൻഡ് എ ജോബ്. ഇനി നമുക്ക് നമ്മുടേതായിട്ടൊരു ജോബ് ഉണ്ടെങ്കിൽ നമ്മൾ പൈസക്കാരെ അവളുടെ മുന്നിൽ കൂടെ നടക്കും. റീവെഞ്ച് മാസ്. എടാ എന്തിനാ guys? ഓരോ ഇത് എപ്പോഴും ഓരോ പരസ്യം വന്നോണ്ടിരിക്കണ. ഓക്കെ, അങ്ങനെ 25 വയസ്സായിട്ടുണ്ട്. 25ാമത്തെ വയസ്സിൽ പൈസ ഇടുമ്പോ പോയി അവള് പോയി വേണ്ട. 25 വയസ്സായിട്ടുണ്ട്. 25ാമത്തെ വയസ്സിൽ നമ്മള് ലൈക്ക് മാനേജർ, നമ്മളെ മാനേജറിന് ചായ കൊടുക്കുന്ന ആളാ കേട്ടോ. അല്ല മാനേജർ അല്ല കേട്ടോ, മാനേജറിന് ചായ കൊടുക്കുന്ന ആളാ. മാനേജർ കാണാനും കൊള്ളാം. ഓക്കെ, മാനേജർ ചായ കുടിച്ചു. മാനേജർ ഇഷ്ടപ്പെടില്ല കേട്ടോ മാനേജർ. പഞ്ചർ ക്ലീൻ അപ്പ് ദ സ്പ്ലിറ്റ് കോഫി. നമ്മൾ ഒരാളുടെ താഴെ നിൽക്കുമ്പോ ജോലി ചെയ്യുമ്പോ നമ്മൾ ജോലി ചെയ്യണോന്നാണ് എന്റെ മനസ്സിൽ. അതുകൊണ്ട് ക്ലീൻ അപ്പ് ദ സ്പ്ലിറ്റ് കോഫി. ഒരു ദിവസം നമ്മുടെ വില അവർ മനസ്സിലാക്കും. നോക്ക് കാണിക്കണോക്കെയാണ് ബാഹുബലിയെ കട്ടപ്പ ബാഹുബലി. അത് അങ്ങനെ വേണ്ട. അത് എങ്ങനെ വേണ്ടായിരുന്നു, എന്തായാലും കാണിക്കണ കൈസ് അവിടെ കേട്ടോ. കള്ളപ്പെണ്ണ അടിച്ചിട്ടങ്ങ് വന്നാ മതിയായിരുന്നല്ലേ. തിരിച്ചാ റൗണ്ടിലോട്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇനി 27 വയസ്സ്. ഇനി നമ്മള് ഇല്ല, നമ്മൾ ഇനി എല്ലാം എന്ത് പറഞ്ഞാൽ നമ്മളൊന്നും ഇല്ല. നമ്മൾ ഇനി അടിക്കുന്നതാണ് അടിക്കുക. വുമൻസ് ആണ് മെൻസ് വാഷ്റൂമിൽ പോകും. വയറുവേന എടുത്താ നമുക്ക് കുറച്ച് മാന്യതയൊക്കെ ഉണ്ടേ. മാന്യത നോക്ക് ഓൺ ദ സ്റ്റാൾ ഗോയിങ് ദ യൂറിനൽ. എന്തൊരു സ്റ്റാളിലാണോ പോവുള്ള? എടാ കണ്ടവിട പാവോടാ. എടാ അങ്ങനല്ല, മൂത്രമൊഴിക്കാനല്ലേ പോവാള. നീ എന്താ മെൻസ് വാഷ്റൂമിൽ പോണം? ഞാൻ ചുമ്മാ തൊട്ടെന്നും പറഞ്ഞ് അങ്ങനെ പോവോ? പിന്നെന്ത് പറ്റിയടാ? നമ്മള് മെൻസ് വാഷ്റൂം അല്ലേ ക്ലിക്ക് ചെയ്തപ്പോ? നമ്മള് മെൻസ് വാഷ്റൂം അല്ലേ ക്ലിക്ക് ചെയ്തേ? ഇത് നമുക്ക് തെറ്റിയതാണ്, അവർക്ക് തെറ്റിയതാണ്. മെൻസ് വാഷ്റൂം ഇല്ലല്ല, നമുക്ക് തെറ്റിയില്ല. ഗോന്നത് യൂറിയല് മൂത്രം ഒഴിക്കാൻ പോയത് മുള്ളിട്ട് പോടാ. പിന്നെ നീ ഇനി എനിക്ക് മാത്രമാണ് തോന്നിയതല്ലത്. എനിക്ക് മാത്രമാണോ തോന്നിയത്? 29 ആയിട്ടുണ്ടേ. എന്തിരി ജോലിയത്? 29 ആയിട്ടുണ്ട്. 29 കാറുകളും ബൈക്കുകളും. ഈ കാർ വിഷയം കാർ കേട്ടോ, ഒരു ഷാർക്ക് ലെവൽ. വൈറ്റും ബ്ലൂവും. ഏത് ആ ബ്ലൂ കളർ കുറച്ചൊരു വെറൈറ്റി, ഒരു ടെറർ ലുക്ക് ഉണ്ട്. ബ്ലൂ എടുത്താൽ മതി. ഓക്കെ, ബ്ലൂ എടുത്തില്ലേ നമ്മള്? വൈറ്റും ബ്ലൂവും. ഏത് ആ ബ്ലൂ? വൈറ്റും ബ്ലൂവും. ഏത് ആ ബ്ലൂ കളർ കുറച്ചൊരു വെറൈറ്റി, ഒരു ടെറർ ലുക്ക് ഉണ്ട്. ബ്ലൂ എടുത്താൽ മതി. ഓക്കെ, ബ്ലൂ എടുത്തില്ലേ നമ്മള്? ഓക്കെ, നമ്മൾ കുറച്ച് റിച്ച് ആയെന്നാണ് അപ്പൊ ഇതിലൂടെ അറിയാൻ പറ്റും. 30 വയസ്സായിരുന്നു നമുക്ക്. അപ്പൊ 30 വയസ്സിൽ നമുക്ക് എത്ര ആയി കാണാം? അപ്പൊ കണ്ടോ? അയ്യോ അയ്യേ കൊണ്ടുപോടാ പയ്യെ കുഞ്ഞൂട്ടൻ മാസ്റ്റർ റീവെഞ്ച് ഒക്കെ അടിച്ചു. അതറിയാലോ റീവെഞ്ച് എന്നൊക്കെ പറഞ്ഞ. അയ്യോ ഇതൊക്കെ തന്നെ റീവെഞ്ച്. മറ്റേ ഹിന്ദിക്കാരന്റെ മറ്റേ പാട്ടിട്ടോണ്ടിടണം കേട്ടോ റീവെഞ്ചില്. ആ സാധനം ഹിന്ദിക്കാരന്റെ പണ്ടത്തെ സാധനം വെച്ചിടണം. പടച്ച ഇതിലായിരിക്കും. ഓക്കെ, അങ്ങനെ എന്ത് പറ്റി കാറിന്? കാർ ഫുള്ള് ഇതാക്കിട്ടുണ്ട്. കാർ ഫുള്ള് നമുക്ക് വൃത്തിയാക്കാം. കാർ നമ്മുടെ കാറല്ലേ. ഇച്ചിരി ഡിസൈൻ കൊള്ളാം കേട്ടോ. ഒരു എന്തോ ഒരു ഡിസൈൻ, ഒരു പട്ടിയാ നരിയ എന്തോ ആണ് കേട്ടോ ഇതിനകത്തുള്ള. നമ്മളങ്ങനെ ഇതെല്ലാം ക്ലീൻ ആക്കണം. ഇത് ഒരു അഴുക്ക് പറ്റൂല ഇവിടെ. അതാണ് സത്യം. ഇവിടെ ഫുൾ ക്ലീൻ ആക്കി നമ്മളങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒരു പേരെന്തോ ഇടാതെ വന്നില്ല, പേരിടാൻ വായിൽ വന്നില്ല. നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്.
അതിന് 32 വയസ്സായിട്ടുണ്ട് ചെക്കന്. 32 വയസ്സിൽ എനിക്ക് ഇനി മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാൻ പറ്റുന്നത് കൊള്ളായിരുന്നല്ലേ ഗൈസ്. പെണ്ണിന്റെ കാറ്റസ് ചെറുക്കാൻ എടുത്തോണ്ട് പോകാം. അത് നൈസ് ആയിരുന്നില്ലേ. എന്റെ വണ്ടി തന്നെ ഞാൻ എവിടെ കൊണ്ട് ഞാൻ കുടിച്ചിട്ടൊന്നും കേട്ടോ. ഇന്നലെ വണ്ടി ഓടിച്ച് ഇയാളൊക്കെ വിള കൊണ്ടിട്ട് രാക്കിയിട്ടുണ്ട്. എന്തായാലും വണ്ടിന്റെ കോലം നോക്കി. ഒന്നോ Find us a job, bye. Find us a job, bye. Find us a job, bye. Go get over here. Here. Get over here. ആ മനസ്സിലായില്ല എന്താ? Get over here. Here. Hero, hero. Here. എന്താ ഉദ്ദേശിച്ചേ? My coffee at home stopped working. ഒന്നോ യു ആരാ അത്? ഓക്കെ ഇതാണ് ഗെറ്റ് ഓവർ ഹിയർ. മൈ കോഫി മെഷീൻ അറ്റ് ഹോം സ്റ്റോപ്പ്ഡ് വർക്കിംഗ്. ഓക്കെ കുഡ് യു കം ഓവർ ലേറ്റർ ആൻഡ് ഫിക്സ് ഇറ്റ് ഫോർ മീ? യെസ് മാം സോറി ഐ മിസ് എന്ന്. നമ്മള് സോറി എന്നൊക്കെ പറയേണ്ടതാണ്. പിന്നെ കാണാനൊക്കെ മെനയുള്ളതുകൊണ്ട് യെസ് കൊടുക്കാം. ചിലപ്പോ ഇങ്ങനെ പ്രണയം വന്നാലോ സിനിമയിലെ കാണുമ്പോലെ. ഓക്കെ നമ്മുടെ മോൻ ഓക്കെ വന്നിട്ടുണ്ട്. അതെ അതെ ഇങ്ങോട്ട് പോണം. ഇവിടെയാണ് അതുള്ളത്. വൃത്തിയാക്കണ്ടെന്ന് പറഞ്ഞല്ലേ? വൃത്തിയല്ലേ ക്ലീൻ ശരിയാക്കണ്ടേന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഇനിയിപ്പം നിർത്താം. നിർത്തിയെടുത്തിട്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്. നമുക്ക് ഇതിന്റെ പാർട്ട് 2 പാർട്ട് 3 ഞാൻ പിന്നെ എപ്പോഴേലും ഇടാം. ഓക്കെ രാത്രിയൊക്കെ അപ്പം ഞാൻ നോക്കാം ഇടാൻ. ഓക്കെ എങ്ങനെയൊക്കെ എടുക്കാൻ നോക്കാം. ഓക്കെ ഇതെന്തായാലും നല്ല ലോങ് വീഡിയോ ആയിട്ടുണ്ടാവുക ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ അഥവാ വേറെ വല്ല ഗെയിംസ് വേണമെങ്കിൽ നിങ്ങൾ കളിക്കുന്ന ഏതെങ്കിലും ഗെയിം ഞാൻ കളിക്കണമെങ്കിൽ കമൻറ്റ് പറഞ്ഞു. ഓക്കെ ഞാൻ അത് കയറ്റി കളിക്കുന്നതായിരിക്കാം. PC ഞാൻ ഓൺലി ഫോണിലും ടാബിലൊക്കെ കയറ്റാൻ പറ്റുന്ന അത് മാത്രം. ഫോണിലൊക്കെ കയറ്റാൻ പറ്റുന്ന മാത്രം. ഓക്കെ പറഞ്ഞാൽ ഞാൻ കളിക്കുന്നുണ്ട്. ഫ്രീ ഫയർ PUBG മാത്രം പറയല്. അത് ഞാൻ നിർത്തി വെച്ചിരുന്ന ഗെയിമാണ്. ബാക്കി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കയറ്റി വരും. ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ ഒരു വീഡിയോ പിന്നൊരു വീഡിയോ ആയിട്ടാണോ ഗൈസ്. ബൈ ബൈ.